എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഫ്രാക്ഷനെ പറ്റി നമ്മുടെ മാത്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഫ്രാക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഫ്രാക്ഷൻ നമ്മളറിയാതെ തന്നെ പലപ്പോഴും കടന്നു വരാറുണ്ട്. ഇപ്പം നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ മിഠായി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ പകുതി പകുതി കിട്ടിയെന്ന് നമ്മൾ പറയും അല്ലേ. അവിടെയും നമ്മളറിയാതെ തന്നെ ഒരു ഫ്രാക്ഷൻ വരുന്നുണ്ട്, ഹാഫ് ഹാഫ് അല്ലെ, 1/2 1/2. അല്ലെങ്കിൽ ചിലപ്പോൾ 4 പേരുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക ഒരു 16 മിഠായി ഉണ്ടെങ്കിൽ ആ 16 മിഠായിയുടെ 4/1 നമുക്ക് കിട്ടുള്ളൂ. ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 16ന്റെ 4/1 കിട്ടും. 16ന്റെ 4/1 എത്രയാണ്? 16ന്റെ 4/1 4 തന്നെയാണ് അല്ലേ. അപ്പൊ 4/1 പാർട്ട് കിട്ടി, അതൊരു പാർട്ടാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഈ ഫ്രാക്ഷൻസ് ഉപയോഗിക്കാറുണ്ട്. വളരെ നിത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും നമുക്ക് പലപ്പോഴും ചില ബേസിക് കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് നമുക്ക് തെറ്റ് പറ്റുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഒരു പോർഷനാണ് ഈ ഫ്രാക്ഷനെ പറ്റിയുള്ള ഭാഗം. നമുക്ക് 9th ചാപ്റ്ററിൽ 9th ടെക്സ്റ്റിലെ മാത്സ് ടെക്സ്റ്റിലെ 2nd ചാപ്റ്റർ ആയിട്ട് വരുന്നത് ഇത്തരമൊരു ഫ്രാക്ഷൻ എന്ന ആ ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഫ്രാക്ഷനെ പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും അത് പഠിക്കാതെ നിവൃത്തിയൊന്നുമില്ല നമുക്ക്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുള്ളൂ. ബേസിക് കാര്യം എന്ന് പറയുമ്പോൾ ഒരു ഫ്രാക്ഷന്റെ ചില പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ എത്തരം ടൈപ്പ്, ഏതൊക്കെ ടൈപ്പ് ഫ്രാക്ഷൻ ഉണ്ട് നിങ്ങൾക്കറിയാം. ഫ്രാക്ഷൻ തന്നെ പല ടൈപ്പ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 1/2 പറഞ്ഞു. 1/2 പറഞ്ഞ പോലെ നമ്മൾ 1/3 വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഫ്രാക്ഷൻ തന്നെ പല ടൈപ്പിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഫ്രാക്ഷൻ 1/2 പറയാം, 1/3 പറയാം, 1/4 പറയാം. എത്ര ഫ്രാക്ഷൻ വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വെറുതെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ഫ്രാക്ഷൻ ആണ്. ഈ ഫ്രാക്ഷന്റെ 2 പാർട്സ് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കൗണ്ടിങ് നമ്പർ ഒന്നും അല്ല അല്ലെ. ഒരു കൗണ്ടിങ് നമ്പർ ഇൻക്ലൂഡഡ് ആണ് എങ്കിലും ഇപ്പോൾ ഇത് 1/2 എന്നൊക്കെ പറയുമ്പോൾ 1നേക്കാൾ താഴെയുള്ള ഒരു പാർട്ട് മാത്രമാണത്. ഇപ്പോൾ 1 എന്ന് പറഞ്ഞാൽ ഇത് ന്യൂമറേറ്റർ ആണ്, അല്ലെങ്കിൽ അംശം. മലയാളത്തിൽ അതിനെ അംശം എന്നാണ് വിളിക്കുന്നത്. ഒരു ഫ്രാക്ഷന്റെ 2 പാർട്സ്, അംശം എന്ന ഭാഗമുണ്ട്, പിന്നെ അടിയിലെ ഡിനോമിനേറ്റർ പാർട്ട് ഉണ്ട്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നതിന് മലയാളത്തിൽ ഛേദം എന്നാണ് പറയുക. ഛേദിക്കുക, ഡിനോമിനേറ്റർ. അങ്ങനെ 2 പാർട്സ് ആണ് ഒരു ഫ്രാക്ഷൻ ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഈ 1/2 എന്ന് പറയുന്ന ഈ പാർട്സിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 1നേക്കാൾ ചെറുതാണ് അല്ലെ. 1നേക്കാൾ ചെറുതാണ്. 1/3 അത് തന്നെയാണ്, 1നേക്കാൾ ചെറിയ ഒരു പാർട്സ് ആണ്. 1/4 1നേക്കാൾ ചെറുതാണ്. 4/1 ഉള്ളൂ, അല്ലെങ്കിൽ 3/1 ഉള്ളൂ, 2/1 ഉള്ളൂ അവിടെയൊക്കെ അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഫ്രാക്ഷനെ നമുക്കൊരു പേരിട്ട് വിളിക്കാം, പ്രോപ്പർ ഫ്രാക്ഷൻ. 1നേക്കാൾ ചെറിയ ഫ്രാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രോപ്പർ ഫ്രാക്ഷൻസ്. ഓക്കെ, മലയാളത്തില് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വേറൊന്നുണ്ട്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വിഷമഭിന്നം. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ രീതിയിൽ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ്. ലെസ് ദാൻ 1 എന്ന് വെച്ചാല് മുകളില് ചെറുതും താഴെ വലുതുമായിരിക്കണം. ഇപ്പൊ നമ്മൾ 10/20 എന്ന് എഴുതിയാൽ ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലെ. കാരണം വലിയ സംഖ്യ അടിയിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 എന്ന് ഓർക്കുക. പിന്നെ മറ്റൊരു കാര്യം, അത് ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ. ഓക്കെ, അപ്പൊ 5 എഴുതിയ മുകളിൽ എഴുതിയെന്ന് വെച്ചാൽ നമുക്ക് 6 എഴുതാം, അല്ലെങ്കിൽ 5 എഴുതിയിട്ടുണ്ടെങ്കിൽ 7 എഴുതാം. ഇവിടെയൊക്കെ ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്റർ ഗ്രേറ്റർ ആയിട്ട്, ന്യൂമറേറ്റർ ലെസ് ദാൻ ആയിട്ട് നമ്മൾ എഴുതുന്ന ഫ്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. സാധാരണ ഭിന്നമാണത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളൊരു ഫ്രാക്ഷൻ തുടങ്ങുക. അടുത്തത് നമുക്ക് നോക്കാം ഇംപ്രോപ്പർ ഫ്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കുക. ഇംപ്രോപ്പർ എന്ന് പറയുമ്പോൾ തന്നെ നേരെ തിരിച്ചാണ്. പ്രോപ്പറിന്റെ ഓപ്പോസിറ്റ് ആണ് ഇംപ്രോപ്പർ. ഇംപ്രോപ്പർ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ മലയാളത്തിൽ എന്തായിരിക്കും പറയാ? മലയാളത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു പേരാണ് വിഷമ ഭിന്നം. വിഷമം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തുന്ന എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ നേരത്തെ കണ്ടു ന്യൂമറേറ്റർ ലെസ് ദാൻ അല്ലേ, ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ. അപ്പൊ ഡിനോമിനേറ്റർ ആണ് ഗ്രേറ്റർ, ന്യൂമറേറ്റർ ചെറുതാണ്. എന്ന് വെച്ചാൽ മുകളിൽ ചെറുതും അടിയിൽ വലുതും വരുന്നു. അംശം ചെറുതും ഛേദം വലുതുമാണ്. നേരത്തെ നമ്മൾ ഇടേണ്ട 1/2 ഒരു പ്രോപ്പർ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 2/1 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇവിടെ നോക്കൂ,
2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്, എങ്കിലും നമുക്ക് പറയാം ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. പക്ഷെ ഇവിടെ ഡിനോമിനേറ്റർ 1 കൊടുക്കണ്ട, വേറെ എന്തെങ്കിലും കൊടുത്തോളൂ നിങ്ങൾ. അപ്പൊ 6/2 കൊടുക്കുകയാണെങ്കിൽ അല്ലെ, അതൊരു ഇംപ്രോപ്പർ ആണ്. 6/2 അല്ലെങ്കിൽ 10/3 വേണമെങ്കിൽ 10/4 15/7 18/5 ഇതൊക്കെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്? ആരാണ് ഗ്രേറ്റർ? ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ, അംശം വലുത് അല്ലെ. ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. അത് ഓർത്തിരിക്കുക കേട്ടോ. ഡിനോമിനേറ്റർ. അപ്പൊ പ്രോപ്പർ ഇംപ്രോപ്പർ അത് രണ്ടും മാത്രം ഓർത്താൽ മതി. ഏതെങ്കിലും ഒന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേതെന്ന് ഓർത്താൽ മതി. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പറില് അടിയിലുള്ള സംഖ്യ വലുതും മുകളിലുള്ള സംഖ്യ ചെറുതും. അപ്പൊ ഇംപ്രോപ്പർ എന്തായിരിക്കാം? മുകളിലുള്ള സംഖ്യ വലുതും അടിയിലുള്ള സംഖ്യ ചെറുതുമാണ്. ഇത് പഠിച്ചില്ല. അപ്പൊ 2 ടൈപ്പ് ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചു, പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും. ഇനി അടുത്തത് നമ്മൾ ഈ വേറൊരു ഫ്രാക്ഷൻ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഫ്രാക്ഷൻ മാത്രമല്ല, ഒരു കൗണ്ടിങ് നമ്പർ കൂടി വരും. ഒരു കൗണ്ടിങ് നമ്പറും ഒരു ഫ്രാക്ഷനും കൂടി വരും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, രണ്ടും കൂടി ചേർന്നതല്ലേ, അതുകൊണ്ടാണ് അതിനെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുക. മിക്സഡ് ആണ്, അതായത് 2 സംഭവങ്ങളുണ്ട് അവിടെ. മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നം എന്നാണ് മലയാളത്തിൽ പറയുക. മിശ്ര ഭിന്നം. ഇപ്പൊ ഒരു മിശ്ര ഭിന്നം നമുക്കൊന്ന് എഴുതി നോക്കാം. ഇഷ്ടമുള്ള ഒരു നമ്പർ ആലോചിച്ചാൽ മതി. 4. ഇനി ഒരു ഫ്രാക്ഷൻ പറ, 2/5. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്, കാരണം ഇവിടെ ഒരു കൗണ്ടിങ് നമ്പർ ഉണ്ട്. ഇതെന്താണ്? കൗണ്ടിങ് നമ്പർ ആണ്, എണ്ണൽ സംഖ്യ അല്ലെ. കൗണ്ടിങ് നമ്പറും ഉണ്ട്, ഇതൊരു ഫ്രാക്ഷനും ഉണ്ട്. അപ്പൊ 2 പാർട്സ് വരുന്നു. എന്തൊക്കെ പാർട്സാ വരുന്നത്? ഒരു കൗണ്ടിങ് നമ്പർ പാർട്സും ഒരു ഫ്രാക്ഷൻ പാർട്ടും വരുന്നു. അപ്പോൾ ഒരു എണ്ണൽ സംഖ്യയും ഒരു ഫ്രാക്ഷൻ പാർട്ടും വന്ന സംഭവത്തിന്, അത്തരത്തിലുള്ള ഇതിനെയാണ് നമ്മൾ മിക്സഡ് എന്ന് വിളിക്കുക. മിക്സഡ് അല്ലെങ്കിൽ മിശ്ര ഭിന്നം എന്ന് വിളിക്കുക. അപ്പൊ 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്രോപ്പർ. കൂടി മനസ്സിലേക്ക് ഉറപ്പിക്കുക. പ്രോപ്പർ മീൻസ് ന്യൂമറേറ്റർ ചെറുത് അല്ലേ, ന്യൂമറേറ്റർ ലെസ് ആണ്. ഇനി അടുത്ത ഇംപ്രോപ്പർ. ഇംപ്രോപ്പറിൽ ആരാ ചെറുത്? ഡിനോമിനേറ്റർ. ചെറുതാണ്. അടുത്ത മിക്സഡ്. മിക്സഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരുമിച്ച് ഓർക്കേണ്ടതാണ്. മിക്സഡ് എന്ന് പറയുമ്പോൾ ഒരു എണ്ണൽ സംഖ്യയുണ്ട്, അതിന്റെ കൂടെ ഒരു ഫ്രാക്ഷനും ഉണ്ട്. അതായത് കൗണ്ടിങ് നമ്പർ ഉണ്ട്, പിന്നെ എന്താണുള്ളത്? പ്ലസ് ഫ്രാക്ഷൻ ഉണ്ട്. ഇത് 2 കൂടി ചേരുമ്പോഴാണ് ഒരു മിക്സഡ് ആവണേ, അല്ലെങ്കിൽ മിശ്ര ഭിന്നം എന്ന് വിളിക്കുക. 2 കൂടി ചേർന്നുകൊണ്ടാണ് മിക്സഡ് എന്ന് വിളിക്കുന്നത്. അത്ര ഓർത്താൽ മതി. അടുത്തത് നമുക്ക് ഈ 3 നമ്പറുകൾ തമ്മിൽ ബന്ധപ്പെടുത്തി കുറച്ച് 2-3 കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഇംപ്രോപ്പർ എടുക്കുക. ഒരു ഇംപ്രോപ്പർ ആലോചിച്ച്, ഒരു ഇംപ്രോപ്പർ 8/3 ഇംപ്രോപ്പർ അല്ലേ. 8 വലുതും 3 ചെറുതുമാണ്. സോ ഇതൊരു ഇംപ്രോപ്പർ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്ന് വെച്ചോളൂ. കൺവേർട്ട് ദിസ് into a mixed fraction. Convert the improper fraction into a mixed fraction. മിശ്ര ഭിന്നമാക്കുക എന്ന് പറഞ്ഞു വരും ചിലപ്പോൾ. മിശ്ര ഭിന്നമാക്കുക എങ്ങനെയാക്കും? മിശ്ര ഭിന്നമാക്കാൻ പറഞ്ഞാല് ഇവിടെ ഒരു ഭിന്നസംഖ്യ മാത്രമേ ഉള്ളൂ. മിശ്ര ഭിന്നമാക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒരു കൗണ്ടിങ് നമ്പർ കൂടി വേണം അല്ലേ. അപ്പൊ മിശ്ര ഭിന്നമാക്കാൻ പറഞ്ഞെന്ന് വന്നാൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ആ മോളിൽ കിടക്കുന്ന നമ്പർ ഉണ്ടല്ലോ, മോളിൽ കിടക്കുന്ന നമ്പറായ 8നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 8 എന്ന നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, മോളിൽ കിടക്കുന്ന നമ്പർ എന്താണോ അതിനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോ ഇങ്ങനെ വന്നു എന്ന് വെച്ചോളൂ, 3/8 വന്നത്. ഇത് നിങ്ങൾ സോൾവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, മുകളിൽ എന്താണോ കിടക്കുന്നത്, മുകളിൽ എന്ത് നമ്പർ കിടന്നാലും അത് ഇതിന്റെ ഉള്ളിൽ വരണം. അത് ഡിവൈഡ് ചെയ്യേണ്ട നമ്പറാണ് അത്. ഓക്കെ, അപ്പൊ 3/8 വരെയാണ് നമ്മൾ എങ്ങനെ എഴുതണേന്ന് അറിയാമോ? ഇങ്ങനെ എഴുതാം. ഇത് മറക്കാതിരിക്കുക കേട്ടോ. മുകളിൽ എന്താണോ വരുന്നത് അതിനെയാണ് അടി കിടക്കുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ 8 എന്നാ പറയണേ. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഏതിനെ? 3നെ. ഇവിടെയാ 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഹൗ മെനി 3s are there in 8? 8ൽ എത്ര 3 ഉണ്ട്? 2 എണ്ണം അല്ലേ. അപ്പൊ 2. അപ്പൊ നമുക്ക് ഉത്തരം 2 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുക? 2 into 3. ഈ 2ഉം 3ഉം തമ്മിൽ ഇൻറ്റു ചെയ്യുക. 2 into 3 is equal to 6.
ഇനി 8 6 കുറയ്ക്കുക. 8 6 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. ഓക്കെ, നമ്മൾ എന്ത് എഴുതും? ഇതിനെ മിക്സഡ് ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂട്ടാ. നമുക്ക് കിട്ടിയ കോഷ്യന്റ്, അതായത് ഉത്തരം, ഹരണഫലം എന്ന് മലയാളത്തിൽ പറയും. ഈ ഹരണഫലം 2 ആണ്. ആ 2 ആദ്യം എടുത്ത് എഴുതി. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ. അപ്പൊ നമുക്ക് കിട്ടിയ ഈ 2 ഇല്ലേ മക്കളെ, ഈ 2 കൗണ്ടിങ് നമ്പർ ആണ്. അടുത്ത ഫ്രാക്ഷൻ എഴുതാൻ പോവുകയാണ് കേട്ടോ. ഫ്രാക്ഷൻ എഴുതാൻ പോകുമ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതാം. എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് അടിയിൽ തന്നെ എഴുതിക്കോളണം. ഇവിടെ 3 ആണ്, സോ 3 ഇവിടെ തന്നെ എഴുതാം. ഇനി ഇവിടെ റിമൈൻഡർ എന്താണ്? ഇതാണ് റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം. ഇത് കോഷ്യന്റ് എന്നാ വിളിക്കുക. അപ്പൊ റിമൈൻഡർ 2 ആണ്, അതുകൊണ്ട് 2 വീണ്ടും എടുത്ത്. ഓക്കെ, 2 ഇതെങ്ങനെയാ വായിക്കുക? 2 ആൻഡ് 2/3 അല്ലെ? 2 2/3 ആണ് ഉത്തരം. മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ? ഇനി വേറെ ഒരെണ്ണം കൂടി നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് 2 വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഇത് ഏത് 2 ആണ്? 2 വന്നു, ഇവിടെ 2 വന്നു. നമുക്ക് വേറെ 2 വരാത്ത നമ്പർ ഒന്ന് ആലോചിക്കുക. 15/4. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ, അതായത് 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 15ൽ 4 എത്രയുണ്ട്? ഹൗ മെനി 4s are there in 15? അപ്പോൾ 400 ടേബിൾ ഒന്ന് ചൊല്ലി നോക്കുക. 4 3 12. എത്രയുണ്ട്? 3 എന്നുണ്ട് അല്ലേ? 3 into 4 12. ഇനി എന്ത് ചെയ്യും? 5ന്ന് 2 കുറയ്ക്കും. 5ന്ന് 2 കുറച്ചാൽ 3 കിട്ടി. ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലേ? നമുക്ക് ഈ നമ്പർ ഒന്ന് മാറ്റാം. ഇവിടെ 3 വന്നു. ഞാൻ ഡിഫറെന്റ് നമ്പർ ആലോചിക്കാൻ വേണ്ടിയാണ്. 15/8 ആലോചിച്ചാലോ? 15ന് 8 കൊണ്ട് ഇത് നോക്കണ്ട. 15/8. 15ൽ 8 ഒരു പ്രാവശ്യം ഒരു. ഇനി എന്ത് ചെയ്യും നിങ്ങളെ? 15ന്ന് 8 കുറയ്ക്കും. ഡിഫറെന്റ് നമ്പർ ഉണ്ടാവും. ഇവിടെ 1 കിട്ടി, ഇവിടെ 7 കിട്ടി, ഇവിടെ 8 കിട്ടി. അപ്പൊ നമുക്ക് എഴുതുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും അല്ലെ? എങ്ങനെ എഴുതുക? ഇതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ എഴുതാന്ന് പറഞ്ഞേ. റിമൈൻഡ് എത്രയാണ് കോഷ്യന്റ്? കോഷ്യന്റ് ഈസ് 1. അപ്പൊ 1 ആദ്യം കൊണ്ട് എടുത്ത് എഴുതി. ദാറ്റ് ഈസ് എ കൗണ്ടിങ് നമ്പർ. ഇനി അടുത്തത് നമുക്കറിയാം ഇവിടെ 8 ആണ് ഡിനോമിനേറ്റർ. അല്ലെങ്കിൽ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. ആ ഫ്രാക്ഷനിൽ 8 അടിയിൽ തന്നെ വന്നെ. ഇവിടെ എന്താണോ വന്നിരിക്കുന്നത് ഡിനോമിനേറ്റർ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതണം. ഇനി അടുത്തത് ഈ 1 നമുക്ക് 1 റിമൈൻഡർ ആണ് കിട്ടിയത്. ആ റിമൈൻഡർ 7 ആണ്. 7 ഇവിടെ എഴുതി. ഇതാണ് ഉത്തരം. അപ്പൊ 15/8ന്റെ മിക്സഡ് ഫ്രാക്ഷൻ എന്താണ്? 1 and 7/8 അല്ലെ? ഇനി ഇത് നിങ്ങൾ ശരിയാണോ എന്നൊന്ന് അറിഞ്ഞു നോക്കാം. നമുക്ക് ശരിയാണോ എന്ന് അറിയാനുള്ള ഒരു വിദ്യ, ഈ 1 7/8 15/8 തന്നെയാണോ എന്ന് അറിയാനൊരു വിദ്യയുണ്ട്. അതായത് ഈ മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ആക്കാനും പറ്റും. ഇനി അങ്ങനെ ആലോചിക്കാം. നമുക്ക് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കാൻ പറ്റും. മിക്സഡ് ഫ്രാക്ഷൻ ഇവിടെ എന്താണ്? 1 and 7/8 ആണ്. അതിനൊന്ന് ഇംപ്രോപ്പർ ആക്കാം. ഇനി അടുത്ത രീതി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഹൗ ടു കൺവേർട്ട്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ? കൺവേർട്ട് ചെയ്യാനാണ്. അതായത് മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കുക. ഹൗ ടു കൺവേർട്ട് മിക്സഡ് ഫ്രാക്ഷൻ into an improper fraction അല്ലേ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അതായത് മിശ്ര ഭിന്നത്തെ എന്താക്കുക? മലയാളത്തിൽ ഇങ്ങനെ പറയാം. മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കുക. ശ്രമിക്കൊന്നും വേണ്ട, വിഷമ ഭിന്നമാക്കുക. ഈ കാര്യം അത്ര ഓർത്താൽ മതി. നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. 1 7/8 അല്ലേ? ഇതിനെ ഇംപ്രോപ്പർ ആക്കാനാ പറഞ്ഞേ. ഇതിനെ ഇംപ്രോപ്പർ ആക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ 1ഉം 8ഉം തമ്മിൽ ഇൻഡു ചെയ്യും. അടി കിടക്കുന്ന നമ്പറുമായിട്ടാണ് ഇൻഡു ചെയ്യേണ്ടത് കേട്ടോ. 1 × 8 പ്ലസ് 7 ആഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ, നേരത്തെ ഞാൻ പറഞ്ഞ ഓർക്കുക, 8 റിമൈൻഡർ ആയി തന്നെ ഡിനോമിനേറ്റർ ആയി തന്നെ എഴുതണം. 1 × 8 എത്രയാ? 1 × 8 8. 8 + 7 15. 15/8 കിട്ടും. ഓക്കെ, ഇതാണ് ഉത്തരം. നമുക്ക് നേരത്തെ ചെയ്ത് കഴിഞ്ഞ ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു ഇംപ്രോപ്പർ വന്നാൽ മിക്സഡ് ആക്കാനും, മിക്സഡ് വന്നാൽ ഇംപ്രോപ്പർ ആക്കാനും നമ്മൾ പഠിച്ചു. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി രണ്ടെണ്ണത്തിൻ്റെയും ചെയ്യാം. നമുക്ക് ആദ്യം നമുക്ക് ഒരു ഇംപ്രോപ്പർ തരാം. 16/8
16നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ 16നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് മിക്സഡ് ആക്കുക, മിശ്ര ഭിന്നമാക്കുക. മിക്സഡ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഉടൻ തന്നെ 16നെ 3 കൊണ്ട് ആക്ച്വൽ ഡിവിഷൻ നടത്തും അല്ലെ. ഹൗ മെനി 3s ആർ ദർ ഇൻ 16? എത്ര 3s ഉണ്ട് 16ൽ? 3യുടെ മൾട്ടിപ്പിൾ അല്ലേ നോക്കുക. 3 into 5 അല്ലെ. 3 into 5 15 ആണ്. 16 വരെ വരില്ല. അപ്പൊ 5 ഉള്ളൂ. അതായത് 16ൽ 3 5 പ്രാവശ്യമേ ഉള്ളൂ. 5 into 3 15. റിമൈൻഡർ എത്രയാണ്? 6 minus 5 is equal to 1. നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ കൗണ്ടിങ് നമ്പർ ആയിട്ട് എടുക്കേണ്ടത് ഈ കോഷ്യന്റ് ആണ്. ദാറ്റ് ഈസ് 5 എടുത്തെഴുതി. ദെൻ 3, ഇവിടുത്തെ 3 അവിടെ തന്നെ എഴുതണം. ഫ്രാക്ഷന്റെ 3 തന്നെയാണ്. ഇത് രണ്ടും സെയിം ആണ്, ഓർക്കുക. ഇനി റിമൈൻഡർ ദാറ്റ് ഈസ് 1 മുകളിൽ എഴുതുക. ഉത്തരം കിട്ടി. 5 and 1/3 ആൻസർ. ഓക്കെ. ഇനി ഇതൊന്ന് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. 5 into എങ്ങനെയാണ് എഴുതേണ്ടത്? 5 into 3. ഇത് രണ്ടും തമ്മിൽ ഇൻഡു ചെയ്യുക. 5 into 3 പ്ലസ് മോളിൽ കിടക്കണ 1 ആഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് 3 അഗെയിൻ. അപ്പോൾ 5 into 3 15 plus 1 16/3. കറക്റ്റ് അല്ലേ? ശരിയാണ്. നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി വേറെ ഒരെണ്ണം നമുക്ക് തരാം. ഒരു മിക്സഡ് തരാം. മിക്സഡിനെ നമ്മൾ എന്താക്കുന്നു? മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കുന്നു. മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കാനായിട്ട് ഒരു മിക്സഡ് ആലോചിച്ച് നോക്കി. ഒരു മിക്സഡ് നമുക്ക് പറയാം 2 and 4/5. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ. 2 and 4/5 എങ്ങനെയാക്കും? വളരെ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ ചെയ്തു. 2ഉം 5ഉം തമ്മിൽ ഇൻഡു ചെയ്യും. 4 ആഡ് ചെയ്യും. അതെപ്പോഴും അങ്ങനെ തന്നെ ഓർക്കുക. 2 into ഇങ്ങനെ എഴുതാം. 2 into 5 plus 4 then divided by 5 again. Okay. നല്ല ഫ്രാക്ഷൻ ആവുള്ളൂ. 2 into 5 10. 10 plus 4 14. 14/5 is answer. 14/5. 14/5 ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമ്മളൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ആക്കാൻ പഠിച്ചു. മിക്സഡിനെ എന്താക്കാൻ പഠിച്ചു? ഇംപ്രോപ്പർ ആക്കാൻ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ ഈക്വൽ ഫ്രാക്ഷൻ എഴുതാൻ പഠിക്കാം. ഈക്വൽ ഫ്രാക്ഷൻ എന്താണെന്ന് പറയാം നമുക്ക്. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പോൾ ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തുല്യമായ ഭിന്നസംഖ്യകളാണ് നമ്മൾ എഴുതാൻ. ഈക്വൽ ഫ്രാക്ഷൻ, തുല്യ ഭിന്നങ്ങൾ അല്ലേ. തുല്യ ഭിന്നങ്ങൾ. ഞാൻ 2 ഫ്രാക്ഷൻസ് ഒന്ന് എഴുതി നോക്കാം. വെറുതെ എഴുതാനാണ്. 1/2 തന്നെ എഴുതാം. 10/20 എഴുതാം. വേറെ കൂടി എഴുതാം. 3/6 എഴുതാം. ഇത് മൂന്നും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷനോ ഉണ്ടോ എന്ന് നോക്കി. 1/2, 10/20, 3/6. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും ക്ലിക്ക് ആവണമെന്നില്ല അല്ലെ. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ എന്താ ഒരു വലിയ സംഖ്യ ചെറിയ സംഖ്യ എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും ആക്ച്വലി ഈ 3 നമ്പറും സെയിം ആണ്. ഈ 3 നമ്പറിനും ഒരു ഇക്വാളിറ്റി ഉണ്ട്. എന്താണ് ഇക്വാളിറ്റി എന്ന് അറിയാമോ? നിങ്ങളതൊന്ന് നോക്കുക. ആദ്യം തന്നെ നോക്കുക. 1 മുകളിൽ 1 വന്നു, അതിന്റെ ഇരട്ടി 2. അടുത്ത മുകളിൽ 10 വന്നു, ഇരട്ടി അതിന്റെ ഇരട്ടിയാണ് 20. ദെൻ മുകളിൽ 3 വന്നു, മുകളിൽ 3 വന്നപ്പോൾ അടിയിൽ 6 വന്നു. 3ഉം മുകളിലുള്ളതിന്റെ ഇരട്ടിയാണ് അടിയിൽ വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെറുതാക്കി നോക്കാം. അപ്പൊ പെട്ടെന്ന് ക്ലിക്ക് ആവും. 1/2 ചെറുതാക്കാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ എഴുതണം. 10/20 എങ്ങനെ ചെറുതാക്കുക? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദ്യം വരും, റെഡ്യൂസ് ചെയ്യാന്നൊക്കെ പറയും, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറയും. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാനൊക്കെ പറഞ്ഞാൽ ചെറുതാക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സോൾവ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറുതാക്കാനുള്ള വിദ്യ 2ന് മുകളിലും 1ന്റെ പ്ലേസിൽ 0 എടുക്കുന്നു അല്ലെ. ഉടൻ തന്നെ നമ്മളിങ്ങനെ വിട്ടു. ഇപ്പോ ഈ ഇതുപോലെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ചില കൺഫ്യൂഷൻ ഒക്കെ വരാറുണ്ട്. ഇപ്പൊ 102/10 ഇങ്ങനെയൊക്കെയാണ് വന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കാൻ സാധ്യതയുണ്ട്. ഞാനും ആലോചിച്ചിട്ടുണ്ട്. ഈ 0യും ഈ 0യും തമ്മിൽ ക്യാൻസൽ ആയി പോവില്ല. അങ്ങനെ ക്യാൻസൽ ആവില്ല. ഈ 0 1ന്റെ പ്ലേസിലാണ് കിടക്കണേ. ഈ 0 എത്രയുടെ പ്ലേസിലാണ് കിടക്കണേ? 10ന്റെ പ്ലേസിലാണ് കിടക്കണേ. അപ്പൊ 10ന്റെ പ്ലേസിൽ കിടക്കുന്ന 0യും 1ന്റെ പ്ലേസിൽ കിടക്കുന്ന 0യും ക്യാൻസൽ ആവില്ല. അതിന് പകരം വേണമെങ്കിൽ ഈ 102നെ 10 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഒരു സ്ഥാനം മാറ്റി ഡെസിമൽ പോയിന്റ് ഇടാം അല്ലെ. അപ്പൊ നമുക്ക് ശരിക്കും ഇത് ഇങ്ങനെ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഒരു സ്ഥാനം മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ 2 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ആണ് ഇട്ട് വയ്ക്കുക. ദാറ്റ് ഈസ് ആൻസർ ഓഫ് 102നെ ഡിവൈഡഡ് ബൈ 10 ഈസ് ദ 10.2. ഓക്കെ. അപ്പൊ അത് ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ 0 ഇങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1ന്റെ പ്ലേസിലാണെങ്കിൽ 1ന്റെ പ്ലേസിൽ അപ്പൊ അത് 2 വെട്ടിയപ്പോ നമുക്ക് ചെറുതായപ്പോ നമുക്ക് എന്ത് കിട്ടി? 1/2 കിട്ടിയില്ലേ. ദെൻ നെക്സ്റ്റ് ഇതൊന്ന് വിട്ട്
ഇത് വെട്ടുക എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് വെട്ടണം. കാരണം ഈ 3യും 6ഉം വന്നാൽ ഇതിനകത്ത് കോമൺ ആയ ആളെ കണ്ടെത്തണം. 3യിലും 6ലും കോമൺ ആണ് രണ്ടും. ഒരെണ്ണം ഈവൻ നമ്പർ ആണ്, മുകളിൽ കിടക്കുന്ന 3 ഓഡ് നമ്പർ ആണെങ്കിലും രണ്ടിലും ഒരു സിമിലർ ഫാക്ടർ ഉണ്ട്. ആ സിമിലർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 6ല് ആക്ച്വലി 6 എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ കൂടി ചേരുമ്പോൾ 6 വരുന്നത്. ദാറ്റ് ഈസ് 2 into 3 ആണ് 6. ശരിയല്ലേ? 3 എന്ന് പറഞ്ഞാലോ 3 into 1 അല്ലെങ്കിൽ 3 തന്നെ എഴുതിയാൽ മതി. 3 തന്നെ ഉള്ളൂ. ഇനി നോക്കി രണ്ടിൽ കോമൺ ആയ ആരോളെ? രണ്ടിൽ കോമൺ 3 ഉണ്ട്. സോ വി ക്യാൻ ക്യാൻസൽ ദിസ് 3 ആൻഡ് ദിസ് 3. മുകളിലെ 3യും അടിയിലെ 3യും നമ്മൾ ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടും? മുകളിലെ 3 പോയി. അതായത് 2-3 രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 3 കൊണ്ട് 6നെ വെട്ടാം, അല്ലെങ്കിൽ 3നെ 3 കൊണ്ട് വെട്ടാം. 3നെ 3 കൊണ്ട് വെട്ടുമ്പോൾ 1 കിട്ടും. ഓക്കെ, ഇനി ആ 3 കൊണ്ട് തന്നെ 6നെ വെട്ടാം. അപ്പൊ നമുക്ക് 2 കിട്ടും. ദാറ്റ് ഈസ് ആൻസർ 1/2. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ വേറൊരെണ്ണം തരാം. 16/32 ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. 16 എന്ന നമ്പറിനെ നമുക്ക് ഇത് മാക്സിമം ചെറുതാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ നമ്മൾ 2 കൊണ്ട് ചെറുതാക്കും. ചില കുട്ടികൾ അങ്ങനെ ചെയ്യാറ്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാം. 16നെ 2 കൊണ്ട് വെട്ടും. കാരണം 16, 32 ഈവൻ നമ്പേഴ്സ് ആണ്. സോ വി ക്യാൻ ഡിവൈഡ് ബൈ 2. അപ്പൊ 16നെ 2 കൊണ്ട് വെട്ടും, നമുക്ക് 8 കിട്ടില്ലേ? അപ്പൊ അറ്റ് ദ സെയിം ടൈം 32നെ 2 കൊണ്ട് വെട്ടാം, നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടും. ഇനി വീണ്ടും 8നെ നമുക്ക് 2 കൊണ്ട് വെട്ടാലോ? കാരണം 8 ഒരു ഈവൻ നമ്പർ ആണ്. സോ വി ക്യാൻ ഡിവൈഡ് ബൈ 2. 8ൽ എത്ര 2 ഉണ്ട്? 4. അപ്പോ 16ൽ എത്ര 2 ഉണ്ട്? 16ല് 2 8 ടൈംസ്. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 4നെ 2 കൊണ്ട് വെട്ടാം. 4നെ 2 കൊണ്ട് വെട്ടുമ്പോൾ 2 കിട്ടും. 8നെ 2 കൊണ്ട് വെട്ടാം, 4 കിട്ടും അല്ലേ? ദെൻ വീണ്ടും നമുക്ക് ഇവിടെ 2ഉം 4ഉം വന്നില്ലേ? 2ഉം 4ഉം വന്നപ്പോ 2നെ 2 കൊണ്ട് വെട്ടി. 2നെ ഹൗ മെനി 2s ആർ ദേർ ഇൻ 2 എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും 2ല് 2 1 ടൈമേ ഉള്ളൂ. സോ 1 ഇസ് ആൻസർ. ഇനി 4ൽ എത്ര 2 ഉണ്ട്? 2. നമുക്ക് ഫൈനൽ ആൻസർ 1/2 തന്നെ കിട്ടിയാണ്ടോ? അല്ലെങ്കിൽ ഇത് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ എഴുതിയുണ്ട്. 16/32. ഈ 16 എന്ന നമ്പറിന്റെ ഇരട്ടിയാണ് 32 അല്ലെ? 16ന്റെ ഇരട്ടിയാണ് 32. അപ്പൊ 16നെ 16 കൊണ്ട് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 16ൽ 16 ഒരു പ്രാവശ്യമാണ്, 32ൽ 16 2 പ്രാവശ്യമുണ്ട്. 1/2 എന്ന് വെച്ചാൽ മുകളിലുള്ള നമ്പറിന്റെ ഇരട്ടിയാണ് അടിയിലുള്ള നമ്പർ എങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2. അപ്പൊ നമ്മൾ പഠിച്ചു 1/2, 10/20, 3/6 ഈക്വൽ നമ്പർ ആണ്, ഈക്വൽ ഫ്രാക്ഷൻസ് ആണ്. അപ്പൊ ഈക്വൽ ഫ്രാക്ഷൻ ഉണ്ടാക്കാനുള്ള വിദ്യയും നമ്മൾ പഠിക്കുകയാണ്. അത് നമുക്കൊന്ന് നോക്കാം. ഒരു ഈക്വൽ ഫ്രാക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളോട് പറയാണ് റൈറ്റ് 3 ഈക്വൽ ഫ്രാക്ഷൻസ് ഓഫ് 2/3. 2/3ന് തുല്യമായ 3 ഫ്രാക്ഷൻ ഉണ്ടാക്കുക നിങ്ങളോട് പറയാണ്. 2/3ന് തുല്യമായിരിക്കണം, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. 2/3ന് തുല്യമായ 3 ഫ്രാക്ഷൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നേരത്തെ ഞാൻ റെഡ്യൂസ് ചെയ്ത കാര്യമൊക്കെ ഒന്ന് ഓർക്കുക. അപ്പൊ ഇവിടെ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ഈക്വൽ ഫ്രാക്ഷൻ ഉണ്ടാക്കാൻ പറഞ്ഞു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ആലോചിക്കുക. അപ്പൊ ഞാൻ 2ൽ തന്നെ നമുക്ക് തുടങ്ങാം. 1ൽ തുടങ്ങിയത് തന്നെയല്ലേ കിട്ടുള്ളൂ. 1നെ 2 കൊണ്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 തന്നെ കിട്ടും. സോ 1 നമ്മൾ എടുക്കണ്ട. നമ്മൾ ആദ്യം നെക്സ്റ്റ് നമ്പർ ആയി 2 എടുക്കുക. 2 എന്നിട്ട് 2നെ ഇവിടുത്തെ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടിയ? 2 into 2 4, 3 into 2 6, 4/6 ഒരു ഉത്തരം കിട്ടി. ഇനി അടുത്ത 2/3നെ നമ്മൾ ഇപ്പോ 2 കൊണ്ട് മുകളിലുള്ള നമ്പറിനെയും അടിയിലുള്ള നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്കൊരു നമ്പർ കിട്ടി. ഇത് ഒരു ഉത്തരമാണ്. ഇനി അടുത്തത് 2 നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത നമ്പർ ഏതാണ്? 3. അപ്പൊ 3 കൊണ്ട് മുകളിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിൽ എന്തുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യണേ അതുകൊണ്ട് തന്നെ അടിയിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 3 6, then 3 into 3 9. അപ്പൊ അടുത്ത നമ്പറും കിട്ടി. ഇനി ഒരെണ്ണം കൂടി കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പൊ 2/3നെ നമ്മൾ ഇനി അടുത്ത നമ്പർ ഏതാ? 3 കഴിഞ്ഞാൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അടിയിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ആൻസർ എന്താണ്? 2 into 4 8, then 3 into 4 12. നമുക്ക് 3 ഉത്തരങ്ങൾ കിട്ടിയെന്ന് അങ്ങനെ നേരത്തെ പിടിച്ചെഴുതാം. 4/6, 6/9, 8/12. ഓക്കെ, കറക്റ്റ് അല്ലേ? അങ്ങനെ 3 ഈക്വൽ ഫ്രാക്ഷൻസ് കണ്ടുപിടിച്ചു. അപ്പൊ ഈക്വൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള വിദ്യ എന്താണ്? ഈക്വൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷനെ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2/3നെ 2 വെച്ചിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അടിയിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എന്താ കിട്ടുക? 20/30. കറക്റ്റ് അല്ലേ?
ഇനി നമുക്ക് വേണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അടിയിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 200/300. ഇതൊക്കെ ആരുടെ ഈക്വൽ ഫ്രാക്ഷൻ ആണ്? 2/3യുടെ ഈക്വൽ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. അതായത് ഡെസിമൽ എഴുതാൻ പഠിക്കാം. നമുക്ക് ദശാംശം എഴുതാനായിട്ട് അതായത് പോയിന്റ് ഒക്കെ ഇട്ട് നമ്മൾ എഴുതില്ല. ഇപ്പൊ 28.5 എന്നൊക്കെ ഡെസിമൽ. ഇതൊരു ഡെസിമൽ നമ്പർ ആണ്. 28.5. ഓക്കെ, 28.52. ഇതങ്ങനെ വായിക്കുക. ചില കുട്ടികൾ വായിക്കുന്നത് അങ്ങനെയാണ് 28.52. പക്ഷെ പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വായിക്കുക 28.52. ഓക്കെ, നമുക്കങ്ങനെ ഡെസിമൽ രണ്ട് ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഇപ്പോൾ 1/2 തന്നെ എടുക്കാം. നമ്മൾ നേരത്തെ തുടങ്ങിയത് 1/2 അപ്പോൾ 1/2 എടുക്കുക. ഈ 1/2 കൺവേർട്ട് ഇൻ ടു ഡെസിമൽ ഫോം എന്നൊക്കെ പറഞ്ഞു വരും. അതായത് ദശാംശ സംഖ്യയായി എഴുതുക. 1/2 ദശാംശ സംഖ്യയായി എഴുതുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ നേരത്തെ ചെയ്ത ആക്ച്വൽ ഡിവിഷൻ ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടും. അതായത് 1നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 എന്ന നമ്പർ മുകളിൽ കിടക്കുന്ന നമ്പറിനെയാണ് അടി കിടക്കുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 1 ചെറുതും 2 വലുതുമാണ്. അപ്പൊ നമ്മൾ ഒരു 0 1 ചേർക്കും. ദെൻ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. നമുക്ക് ഡെസിമൽ കിട്ടി കഴിഞ്ഞപ്പോൾ എന്നിട്ടൊരു 0 ചേർത്തു. 10 എത്ര ഉണ്ട്? 5. ദാറ്റ് ഈസ് 0.5 ഈസ് ആൻസർ. ശരിക്കും ഇങ്ങനെ എഴുതേണ്ടത് 0.5. 0.5 സെയിം തന്നെയാണ്. ആ ഫ്രണ്ടിലുള്ള 0 എന്ന് എഴുതുക. കാരണം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് തന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതായത് ഈ ഡെസിമൽ വരാൻ വേണ്ടി നമ്മൾ വേറൊരു മെത്തേഡ് അപ്ലൈ ചെയ്യും. ഈ 2 എന്ന നമ്പറിനെ അടിയിൽ 0 ഉള്ള നമ്പറാക്കി കൺവേർട്ട് ചെയ്യണം. അതായത് 2നെ നമുക്ക് 10 ആക്കാൻ പറ്റുമെന്ന് നോക്കാം. 10 ആക്കാൻ പറ്റിയില്ലെങ്കിൽ 100 ആക്കാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ 0 വരുന്ന നമ്പറാക്കി മാറ്റണം. 2നെ 10 ആക്കാൻ പറ്റുമല്ലോ. 2നെ 10 ആക്കണമെങ്കിൽ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ 5 മുകളിൽ എഴുതുക, അതിനെ ഇൻറ്റു ചെയ്യുക. അപ്പൊ 5/10 എന്ന് ഉത്തരം കിട്ടി. ഇത് സെയിം തന്നെയാണ്. 1/2ന്റെ ഈക്വൽ ഫ്രാക്ഷൻ 5/10. നമ്മൾ എന്താ ചെയ്തത്? 2 എന്ന അടിയിലുള്ള നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 10 ആക്കി. അപ്പൊ ഒരു 0 വന്നു. ഇനി നമ്മൾക്ക് എളുപ്പത്തിൽ ചെയ്യാം 5/10. അതായത് നിങ്ങൾ ഓർക്കുക, ഒരു നമ്പറിനെ ഇപ്പോൾ 5 എന്ന നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. നമ്മൾ അങ്ങനെയൊക്കെ ടീച്ചർ എപ്പോഴും പറയാറുണ്ട്, ഒരു സ്ഥാനം മാറ്റി കുത്തുക. ഇപ്പൊ 5/100 ആയിരുന്നുവെങ്കിലോ? 5/100 ആണെങ്കിൽ എത്ര സ്ഥാനം മാറ്റി കുത്തണം? 2 0 ഉള്ളതുകൊണ്ട് 2 സ്ഥാനം മാറ്റി കുത്തണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇവിടെ ആകെ ഒരു 5 അല്ലേ ഉള്ളൂ. സോ ഒരു പോയിന്റ് ഇട്ടു, ഒരു 0, ഒരു നമ്പറിന്റെ കുറവുണ്ട്, എന്നിട്ട് ഇങ്ങനെ എഴുതി. 5/10 ആണെങ്കിൽ എങ്ങനെ എഴുതണം? 0.5. 5/100 ആണെങ്കിൽ എങ്ങനെ എഴുതണം? 0.05. ഇനി വേറെ ഒന്നുകൂടി നോക്കി. 5/1000 ആണെങ്കിലോ? 5/1000 ആണെങ്കിൽ അടിയിൽ 3 0 ഉണ്ട്. അപ്പൊ 3 സ്ഥാനം മാറ്റി കുത്തിടണം. അങ്ങനെയാണ് നോക്കുക അല്ലെ? 3 സ്ഥാനം മാറ്റി കുത്തിടാനായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ഥാനം ഉള്ളത് കൊണ്ട്, 2 സ്ഥാനത്തിന്റെ കുറവുള്ളത് കൊണ്ട് ഒരു പോയിന്റ് ഇട്ടു, 2 0 എഴുതി. ഇതാണ് ഉത്തരം. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ ഡെസിമൽ നമ്പറുകൾ ഇതുപോലെ 2-3 എണ്ണം ചെയ്ത് നോക്കുക. ഞാൻ 2-3 എണ്ണം ജസ്റ്റ് ഒന്ന് എഴുതി തരാം, നിങ്ങൾക്ക് പറ്റുമോ നോക്കുക. 1/4 ഒന്ന് ചെയ്ത് നോക്കുക. 1/3 ചെയ്യാം. 1/6 ചെയ്യാം. 2/10 ചെയ്യാം. 2/25 ചെയ്യാം. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് ഹോംവർക്കാണ് കേട്ടോ, എത്രയും ചെയ്യണം നമ്മൾ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഡെസിമലിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്രാക്ഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഫ്രാക്ഷൻ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് എപ്പോഴും വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും കണക്കിൻ്റെ കാര്യത്തിൽ. നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നിങ്ങൾ ചോദിക്കുക. ഓക്കെ.